എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? ഇപ്പോൾ അൻവർ പറഞ്ഞ പോലെ തന്നെ ആയിപ്പോയല്ലോ. കാരണം അതിലും കാര്യമുണ്ട് എന്നായ പോലെ എന്താ ആർക്കും മനസ്സിലായി കർട്ടൻ്റെ പിന്നിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഏതായത് പി ആർ ഏജൻസി രാജ്യത്തെ തന്നെ ഡിവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന, അത് മുഖ്യമന്ത്രിയുടെ പേരിൽ കൊടുത്ത പി ആർ ഏജൻസി, അത് കാര്യങ്ങളെ ഒന്നുകൂടി ഗൗരവമാക്കുകയാണ്. ഇങ്ങനെയുള്ള പി ആർ ഏജൻസികളൊക്കെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്, നമുക്കറിയാലോ. നാഷണൽ മീഡിയ അതുപോലുള്ള പല വാർത്താ ഏജൻസികൾ, രാഹുൽ ഗാന്ധി എപ്പോഴും പറയുന്നതല്ലേ, അവർ രാജ്യത്ത് മെനക്കെട്ട് വർഗീയ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. മതേതര ശക്തികളൊക്കെ അതിനെതിരാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതേ പി ആർ ഏജൻസി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കസേരയിലിരിക്കുന്ന ശ്രീ പിണറായി വിജയനെ കോട്ട് ചെയ്ത് ഇന്ത്യയിൽ തന്നെ ഒരു വർഗീയ ഡിവൈഡ് ഉണ്ടാക്കുന്ന തരത്തിൽ കള്ളക്കടത്തിൻ്റെ പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലേറെ ഒരു ഗൗരവമുള്ള വിഷയം പിന്നെന്താ? മലപ്പുറം ജില്ലയെ അപമാനിക്കുന്നു എന്നതിലപ്പുറം ആ മലപ്പുറം എന്നുള്ള പ്രയോഗം ഒരു ബാഡ് ടേസ്റ്റിലാണ്. അതാണ് മോശം. അതൊരു ജനവിഭാഗത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. അത് മുഖ്യമന്ത്രിക്ക് ഒരു സ്ലിപ്പ് ഓഫ് ടങ്ക് ആയിരുന്നു എങ്കിൽ ഒരുപക്ഷെ പിൻവലിച്ച് അത് ഖേദം പ്രകടിപ്പിച്ചാൽ തീരുമായിരുന്നു. അങ്ങനത്തെ സംഭവങ്ങൾ നിയമസഭയിലും പുറത്തും പാർലമെൻറ്റിലും ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. പക്ഷേ ഇതിപ്പോൾ അത് ഒരു പി ആർ ഏജൻസി ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പി ആർ ഏജൻസികളെ ഏറ്റവും കൂടുതൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ദേശീയ തലത്തിലാണ്. ഒട്ടേറെ ഇതുപോലുള്ള ഗൗരവമുള്ള സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന കാര്യങ്ങളുടെ പുറത്താണ് ഇപ്പോൾ ബി ജെ പി രാജ്യത്ത് വേരൂന്നാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ കേരളത്തിലായോ ഈ പി ആർ ഏജൻസി ഏറ്റവും അധികം സ്വാധീനമുള്ള ശക്തി? മുഖ്യമന്ത്രിയുടെ പേരിൽ അത് കൂടുതലാണ്. അങ്ങനത്തെ ഒരു പി ആർ ഏജൻസിയാണെന്നുണ്ടെങ്കിൽ അത് പി ആർ ഏജൻസിക്ക് പറ്റിയതാണെന്ന് പറഞ്ഞ് നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല. നടപടിയാണ് വേണ്ടത്, നടപടിയാണ് വേണ്ടത്. അതൊക്കെ കാര്യങ്ങൾ ഒന്നുകൂടി ഗൗരവമാക്കുകയാണ്. എന്തിന് അതെ. അപ്പോൾ ഇതിപ്പോൾ ഒരു ജനവിഭാഗത്തെ തീവ്രവാദികൾ ആക്കാനുള്ള ഒരു ശ്രമം നടക്കുകയാണല്ലോ. നമ്മൾ എന്തുമാത്രം കേരളത്തിൽ ഇത് വിലപ്പോവില്ല എന്നുള്ളത് വടകര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടില്ലേ. വടകര തെരഞ്ഞെടുപ്പിൽ കാഫിർ വിവാദം വന്നു. ജാതി മതമൊന്നുമില്ലാതെ എല്ലാവരും കൂടി എതിർത്ത് വോട്ട് ചെയ്ത് അതിനെ പരാജയപ്പെടുത്തില്ലേ, ആ വിഷയത്തെ പരാജയപ്പെടുത്തിയില്ലേ. അവിടെ ഹിന്ദുണ്ടോ, മുസ്ലിമുണ്ടോ, ക്രിസ്ത്യാനിയുണ്ടോ? ഒന്നുമില്ലല്ലോ, മലയാളിയേ ഉള്ളൂ. മലയാളികളുടെ ഇടയിൽ വിലപ്പോവാത്ത ഒരു പ്രയോഗം, അത് സി പി എമ്മിനെ എവിടെ എത്തിക്കും? അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് കാലിൻ്റെ അടിയിൽ നിന്ന് ധാരാളം മണ്ണ് ഒഴുകിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ള പിന്തുണയും പോകുന്ന പണിയാണ് എടുക്കുന്നത് ഈ ജാതി പി ആർ ഏജൻസികളൊക്കെ ഏൽപ്പിച്ചിട്ട്. അതല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയും പിന്തുണകേടും അല്ല ഇതിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്ന് പറയുന്നത്. ഇന്ത്യക്ക് മാതൃക കേരളമാണ് മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ. ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തി എന്ന് പറയുമ്പോൾ അത് പി ആർ ഏജൻസി മിസ്കോട്ട് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വളരെ ഗൗരവമാണ്. ഇവിടെ എന്താ നടക്കുന്നത്? അതാണ് പ്രശ്നം. അല്ല, ഇത് ഓരോ ദിവസം കഴിയുന്തോറും ഇതിലുള്ള പ്രതികരണങ്ങൾ വർദ്ധിക്കുകയേ ഉള്ളൂ. അതിനുള്ള വഴി അത് ഇത് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അത് ചെയ്യേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ഇതിന് വഴിമരുന്നിട്ട് കൊടുക്കാൻ പാടില്ല. അദ്ദേഹം തന്നെ, മുഖ്യമന്ത്രി തന്നെ പല പ്രാവശ്യം പല വിഷയങ്ങളും വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, വർഗീയത പരത്തുന്ന വിഷയങ്ങൾക്ക് വഴിമരുന്നിട്ട് കൊടുക്കരുത്. ഇതിപ്പോൾ അദ്ദേഹം തന്നെ ചെയ്ത പോലെയല്ലേ. ഇനി അദ്ദേഹം ചെയ്തതല്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പി ആർ ഏജൻസി ചെയ്തതാണെങ്കിൽ ആ പി ആർ ഏജൻസിൻ്റെ പേരിൽ നടപടി മാത്രം പോരാ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും അധികം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഭയപ്പെടുന്നത് വർഗീയ ധ്രുവീകരണത്തെയാണ്. വർഗീയ ധ്രുവീകരണത്തിന് കേരള മുഖ്യമന്ത്രി അത് ഒരു പി ആർ ഏജൻസി ഒഫീഷ്യലായിട്ട് കേരള മുഖ്യമന്ത്രിയുടെ പേരിൽ ഇങ്ങനെ ഒരു പ്രചരണം നടത്തി എന്ന് പറഞ്ഞാൽ അത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. ഇന്നലെ പ്രതികരണം ഉണ്ടായില്ല, ഇന്ന് പ്രതികരണം, നാളെ അതിലേറെ പ്രതികരണം ഉണ്ടാവും.
അതാണ് ഇതൊരു നയവ്യതിയാനം തന്നെയാണ് എന്ന് ആളുകൾ ചിന്തിച്ച് തുടങ്ങൂലേ. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കാഫർ വിവാദം ഉണ്ടായി. അവർക്ക് മനസ്സിലായിക്കൂടെ അതുകൊണ്ടൊരു കാര്യമില്ല എന്നുള്ളത്. ഇത് കേരളമാണ്. ആളുകൾ ഇത്തരം മതേതര പാതയിലല്ലാതെ ആളുകൾ നിൽക്കൂല കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാഫർ വിവാദം കൊണ്ട് അവർക്ക് ദയനീയമായ തോൽവി പറ്റിയില്ലേ. അതിൻ്റെ ചൂടാറും മുമ്പ് ഇപ്പോൾ വന്നിട്ട് ഇതുപോലുള്ള ഒരു കാര്യം ഇത് ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇതിപ്പോൾ പല ആളുകളും പ്രയോഗിച്ച് പിന്നെ അതിൻ്റെ ഒരു ഇത് യേശൂല, ഇതൊരു വക്കുപോയ വാളല്ലേ. അപ്പോൾ കാരണം വെച്ചാൽ ഇത് BJP നിരന്തരം പ്രയോഗിച്ച് നോക്കുന്ന സംഗതിയല്ലേ മലപ്പുറം. അങ്ങനെ ഈ മലപ്പുറം എന്നുള്ള വാക്ക് മലപ്പുറം പ്രദേശമല്ല, അത് ഒരു ബാഡ് ടേസ്റ്റിൽ പല ആളുകളും ഉപയോഗിച്ചതാണ്. അത് മുഖ്യമന്ത്രി ഉപയോഗിക്കാനേ പാടില്ല. അദ്ദേഹം ഉപയോഗിച്ചത് അല്ല, PR ഏജൻസി അദ്ദേഹത്തിൻ്റെ പേരിലാണെങ്കിൽ അതൊന്നുകൂടി ഗൗരവമായി. അതേതാ PR? ഇതെന്താ നടക്കുന്നത് ഇവിടെ? ഇതെന്താ വളരിക്കാപ്പെട്ടോ?